സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രനാക്കും. എന്താണ് സത്യം? സത്യം ദൈവവചനം തന്നെയാണ്. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് നാം വിശ്വസിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നാം വായിക്കുന്നതല്ല. ആ ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം അത് ദൈവവചനമാണെന്ന് നാം വിശ്വസിക്കുകയാണ്. ആ വചനം ദൈവമാണെന്ന് നാം ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. വിശ്വസിച്ചു, ഹൃദയത്തിൽ സ്വീകരിച്ചു, അത് ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അപ്പം വചനത്തിൽ വിശ്വസിക്കുന്നു. വചനം ദൈവമാണെന്ന് നാം അറിഞ്ഞത് യേശു ക്രിസ്തു വഴിയാണ്. അപ്പം വചനത്തിൽ വിശ്വസിക്കുന്നവൻ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു അരുളിയ വചനം തന്നെയാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിലെ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ വചനം യേശു പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ ഇന്ന് ആ വചനം വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പറഞ്ഞാൽ അതേ അത്ഭുതം ആ വചനത്തിലുണ്ട്. യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു രഹസ്യം ഇതാണ്: അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. നോക്കൂ, യേശു തന്റെ ശിഷ്യന്മാരെ എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വചനം കേട്ടു, ആ വചനം അത്ഭുതം പ്രവർത്തിച്ചു. എന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു വിശ്വസിക്കുവിൻ എന്ന് യേശു തന്റെ സാക്ഷ്യം നൽകുന്ന ഒരു ദിവ്യ രഹസ്യമാണ് വിശ്വാസം. വിശ്വാസി വിശ്വാസത്തോടെ വചനം പറഞ്ഞാൽ ഉടൻ ആ വചനം അത്ഭുതം പ്രവർത്തിക്കും. രോഗി സുഖപ്പെടും, പാപിക്ക് പാപമോചനം നൽകും, ബന്ധിതർ ആശ്വസിപ്പിക്കപ്പെടും, പിശാചുകൾ പുറത്തു പോകും. എല്ലാം ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് തന്നെ. യേശു വചനം സ്ഥിരീകരിച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് തന്നെ. അപ്പം വിശ്വാസി യേശുവിലാണ് വിശ്വസിക്കുന്നെങ്കിൽ യേശു ചെയ്ത അതേ പ്രവൃത്തി തന്നെ വിശ്വാസം വഴി ചെയ്യും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്: വിശ്വാസം, വിശ്വാസി, വിശ്വസ്തത. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ, വലിയ കാര്യത്തിലും വിശ്വസ്തൻ. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ, വലിയ കാര്യത്തിലും അവിശ്വസ്തൻ. യേശു പറഞ്ഞതാണ്. അപ്പം വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം, അതാണ് വിശ്വാസം. യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന ആ വചനമാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ, അത് നാം പറയുന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചാൽ ഉടൻ ആ വചനം അത്ഭുതം പ്രവർത്തിക്കും. വചനം യേശു സ്ഥിരീകരിച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു യഹൂദരോട് പറയുന്നത്: നിങ്ങൾ എൻ്റെ വചനം വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. അപ്പം വിശ്വാസത്തിന് അടിസ്ഥാനമായ ഒരു ഘടകമാണ് വചനം. വചനം കേട്ടത് കൊണ്ട് കാര്യമില്ല, എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷെ വചനം കേട്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ആ കേട്ട വചനം തന്നെ അത്ഭുതമായി.
അത് അടയാളം നൽകുന്നു യേശു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും. Praise the Lord. അപ്പം വിശ്വാസം, ഇനി വിശ്വാസത്തെ യേശു ശക്തിപ്പെടുത്തിയ ഒരു വചനമാണ്. ഒരു മലയോട് ഇവിടെ നിന്നു മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ മല നിന്നെ അനുസരിക്കുന്ന വിശ്വാസം വളരെ വിലപ്പെട്ട ഒരു വിശ്വാസമാണത്. മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് സംഭവിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ മല നിന്നെ അനുസരിച്ചു. യേശു പറയാണ്, ആ മല നിന്നെ അനുസരിച്ചു. യേശുവിന്റെ ശക്തിയുള്ള ഈ വചനം നമ്മൾ ഗ്രഹിച്ചെടുക്കണം. യേശു പറയാണ്, ഒരു മലയോട് ഇവിടെ നിന്നു മാറി കടലിൽ ചെന്ന് നിബന്ധിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത് ഹൃദയത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പറഞ്ഞാൽ മല നിന്നെ അനുസരിക്കുന്നു. നോക്കൂ, ആ വിശ്വാസത്തിന്റെ എത്ര ശക്തിയാണ്. മല നിന്നെയാണ് അനുസരിക്കുന്നതാണ് യേശു പറഞ്ഞത്. അപ്പൊ ഓരോ വ്യക്തിയും താൻ പറയുന്നത് ദൈവവചനമാണെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചു പ്രവർത്തിക്കണം. അവിടെ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൈവവചനമാണ് നീ പറയുന്നത്. പുസ്തകത്തിലെ ഒരു ലിപിയല്ല പറയുന്നത്, ബൈബിളിലെ ഒരു വാക്കല്ല നീ പറയുന്നത്, വചനമാണ് നീ പറയുന്നെന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. മലയോട് നീ പറയുന്നത് ദൈവവചനമാണെന്ന് വിശ്വസിക്കണം. മല നിന്നെ അനുസരിക്കുമെന്ന് യേശു പറഞ്ഞത് വിശ്വസിക്കണം. നീ ഹൃദയത്തിൽ ശങ്കിക്കരുത്, അല്ലെങ്കിൽ ഭയപ്പെടരുത് എന്ന് നീ ഓർത്തുകൊണ്ട് നീ പറയുന്നത് സംഭവിക്കുമെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മല നിന്നെ അനുസരിച്ചു. അതുടനെ അവിടുന്ന് ഇളകി കടലിൽ പോയി പതിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു വചനം, യേശു കടലിനു മീതെ നടന്നു പോവുകയാണ്. പകലെല്ലാം വചനം പറഞ്ഞ് ശിഷ്യന്മാരെ മറുകരയ്ക്ക് അയച്ചിട്ട് യേശു തനിയെ മലയിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം 2 മണി സമയം കഴിഞ്ഞു. ശിഷ്യന്മാരെല്ലാം വല വീശി തളർന്നു. അവർക്ക് മത്സ്യമൊന്നും കിട്ടിയുമില്ല. യേശു ഒരു നിശ്ചിത സമയം ആത്മാവിൽ തന്നെ ജലത്തിന്റെ മേലെ കൂടെ വരുവാണ്. യേശു പ്രാർത്ഥിച്ച് പൂർണ്ണ ആത്മാവിലെത്തി കടലിന്റെ ജലത്തിനു മേലെ, വെള്ളത്തിന്റെ മേലെ വരുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, ഭൂതമെന്ന്. അവര് പരസ്പരമാ പറയുന്നെങ്കിലും അവർ കാണുന്നുണ്ട് യേശുവിനെ. പക്ഷെ അത് യേശുവാണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. യേശു ആത്മാവിലാണ് വരുന്നത്. ഭൂതം എന്ന് പറഞ്ഞു. ഉടനെ യേശു പറയാണ്, ഭയപ്പെടേണ്ട, ഞാനാണ്. ഭയപ്പെടേണ്ട, ഞാനാണെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും പറഞ്ഞു, അത് കർത്താവാണ്. കർത്താവ് എന്ന് പറയുമ്പോൾ സകലത്തിന്റെയും നാഥൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് കർത്താവാണ്. പത്രോസ്, കർത്താവേ, ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരട്ടെയോ? യേശു പറഞ്ഞു, വരിക. പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ട് നടന്നപ്പോൾ വെള്ളം ഒരു പാറയായിരുന്നു.
അപ്പോൾ ഒരു കാറ്റുണ്ടായപ്പോൾ പത്രോസ് താഴേക്ക് നോക്കുമ്പോൾ അത് കടലാണെന്ന് തോന്നി. അവൻ അമർന്നുപോയി. അപ്പം ഗുരു, ഇപ്പൊ ഞാൻ നശിച്ചു പോകും. യേശു കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു സത്യമാണ്, നീ എന്തിന് അവിശ്വാസിയായി? അവിശ്വാസിയാകാതെ വിശ്വാസിയാകും. ദൈവവചനത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഒരു വചനമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. അവിശ്വാസികളായ ഈ ലോകത്തിലെ മനുഷ്യർ എങ്ങനെ ദൈവത്തിന്റെ മുഖത്ത് നോക്കി നടന്ന പത്രോസ് പോലും അവിശ്വാസിയായെങ്കിൽ ഈ ലോകം മുഴുവനും അവിശ്വാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യേശുവിന്റെ തിരുമുഖം നോക്കിക്കൊണ്ട് നടന്നാൽ ഒരിക്കലും നിങ്ങൾ അവിശ്വാസികളാകുകയില്ല. നിങ്ങൾ വിശ്വാസികളായിരിക്കും. ഒരു വിശ്വാസിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, അവനാണ് ക്രിസ്ത്യാനി. അല്ലാണ്ട് പേരുകൊണ്ടോ നാമം കൊണ്ടോ ഒന്നും ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. അവയെല്ലാം മൺമറഞ്ഞു പോകുന്ന രഹസ്യങ്ങൾ മാത്രം. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ മുഖം നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ കാറ്റും കടലും എല്ലാം അവന്റെ ചെവികളിൽ മന്ത്രിക്കും. ലോകം അവനെ ബഹുമാനിക്കും. ക്രിസ്തു അവനിൽ വസിക്കും. ദൈവത്തിന്റെ വചനം അവന്റെ നാവിൽ നിന്ന് പുറപ്പെടും. ദൈവരാജ്യം അവനിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് ഗ്രഹിച്ചു നോക്കുവിൻ. നിങ്ങൾ പഠിച്ചതോ പാരമ്പര്യങ്ങളോ അല്ല. വചനവും വചനത്തിന്റെ ശക്തിയും ഹോളി സ്പിരിറ്റ് വഴിയാണ് നമുക്ക് ദൈവം തരുന്നത്. അപ്പൊ സ്വർഗവും നമ്മളും തമ്മിൽ ഒരു കണക്റ്റഡ് ഉണ്ട്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്നത് മനുഷ്യന്റെ ഹൃദയവുമായിട്ടാണ്. ഹൃദയ വിചാരങ്ങൾ ഒരാൾ അറിയുന്നു, ദൈവം. ഹൃദയത്തിൽ വസിക്കുന്നു വചനം. അപ്പം ദൈവവും നമ്മളും ഒരേ ആശയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വചനം മതി, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെട്ടു എന്ന് യേശു പറഞ്ഞത് സത്യവചനമാണ്. ആത്മാവും ജീവനുമുള്ള ഒരു മനുഷ്യൻ ഹൃദയത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുടുംബം രക്ഷപ്പെട്ടു. ഒരു നവീകരണമാണത്. സനാതനമായ ദൈവജീവൻ, പരിശുദ്ധമായ വചനം, ആത്മാക്കളുടെ രക്ഷകൻ, ജീവന്റെ പരിപാലകൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുന്നെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കും. നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ പിതാവ് നിന്നോട് ക്ഷമിക്കുകയില്ല. ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.